സലിം മാലിക് തുടരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് വിശദാംശങ്ങളുമായി. സലിം, അപ്പോൾ CPI-യെയും തള്ളുന്നു, PV അൻവറിനെയും തള്ളുന്നു പരസ്യമായി മുഖ്യമന്ത്രി. ഉന്മേഷ്, മുഖ്യമന്ത്രിയുടെ ദീർഘമായൊരു വാർത്താ സമ്മേളനം, 1 മണിക്കൂറും 40 മിനിറ്റും നീണ്ട വാർത്താ സമ്മേളനം. ഒരുപക്ഷെ മുഖ്യമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത ഏറ്റവും ദീർഘമായൊരു വാർത്താ സമ്മേളനമാണ് കഴിഞ്ഞത്. അതിൽ മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് ക്ലിയർ ആണ്, നിലപാട് വ്യക്തമാണ്. അത് PV അൻവറിനൊപ്പമല്ല, P ശശിക്കും MR അജിത് കുമാറിനും ഒപ്പമാണ് എന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയറായി, അത് ഒരു പക്ഷേകളുമില്ലാതെ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. രൂക്ഷമായ ഭാഷയിലാണ് PV അൻവറിനുള്ള വിമർശനം. ആദ്യഘട്ടത്തിൽ PV അൻവർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം മാധ്യമങ്ങൾക്ക് മുൻപിൽ ഉന്നയിച്ചപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് PV അൻവറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചതാണ്. പക്ഷേ അതിന് അദ്ദേഹം പ്രതികരിച്ചില്ല. അതിന് പിന്നാലെ പിറ്റേന്നും വാർത്താ സമ്മേളനം നടത്തി. അതിനൊക്കെ ശേഷമാണ് തന്നെ കാണാൻ പോലും വന്നത്. നിങ്ങൾ കരുതുന്നത് പോലെ അരമണിക്കൂർ പോലും തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയില്ല, അൻവറിന്റെ പശ്ചാത്തലം പോലും ഇടതുപക്ഷമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രൂക്ഷമായ ഭാഷയിൽ, അത് അതിരൂക്ഷമായ ഭാഷയിൽ PV അൻവറിനെ വിമർശിക്കുന്നു. മാത്രമല്ല, സാധാരണഗതിയിൽ നിങ്ങൾ ആരുടെയെങ്കിലും കോൾ റെക്കോർഡ് പുറത്തുവിടുമോ എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നു. അങ്ങനെ കോൾ റെക്കോർഡ് ചെയ്ത് അത് പുറത്തുവിടുന്നത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ കാര്യങ്ങളാണ് PV അൻവർ ചെയ്തത് എന്നും പറയുകയും ചെയ്യുന്നുണ്ട്. പാർട്ടിക്ക് മുൻപിലോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ തനിക്ക് മുൻപിലോ ആയിരുന്നു PV അൻവർ പരാതി നൽകേണ്ടത് എന്ന് പറയുന്നു. അതേ മുഖ്യമന്ത്രി തന്നെ പറയുന്നു, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനനുസരിച്ച് നടപടിയെടുക്കാൻ ഇരിക്കുന്നയാളല്ല P ശശി എന്നൊരു വല്ലാത്ത സംരക്ഷണം P ശശിക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഒരുക്കി നൽകുന്നു. സലിം തുടരുക. ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ വീണ്ടും ചേർന്നു. ഇപ്പോൾ ദിലീപ് കുമാർ, ഈ CPI പറഞ്ഞത് ഈ ADGP RSS നേതാവ് കൂടിക്കാഴ്ചയിൽ അത് ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കേണ്ട വിഷയമല്ല, മറിച്ച് അതൊരു രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കേണ്ട ഒന്നാണെന്നുള്ളതാണ് പ്രകാശ് ബാബു ഒടുവിൽ പറഞ്ഞു വെച്ചത്. പക്ഷേ മുഖ്യമന്ത്രി അതിനെ ആ നിലയ്ക്കല്ല കാണുന്നത്, അദ്ദേഹം അതിനെ ആ നിലയ്ക്കല്ല വിശദീകരിക്കുന്നതും. മറ്റൊന്ന്, ഈ PV അൻവർ ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് എന്തുകൊണ്ടൊരു മാറ്റി നിർത്തിയൊരു അന്വേഷണം ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ ADGP MR അജിത് കുമാറിനെ അടക്കം അതിലും മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാട് പറയുന്നുണ്ട്. അതായത് ഇത് അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ അത് അദ്ദേഹം വ്യക്തിപരമായി ഉന്നയിച്ച ചില ആവശ്യങ്ങളോട് വിയോജിപ്പ് പറഞ്ഞ ആളുകൾക്കെതിരെയുള്ള തികച്ചും വ്യക്തിപരമായ ഒരു ആരോപണം എന്ന തീർപ്പിലേക്ക് മുഖ്യമന്ത്രി ഇപ്പോൾ തന്നെ എത്തിച്ചേരുന്നുണ്ട് എന്നാണോ വായിച്ചെടുക്കേണ്ടത് ദിലീപ് കുമാർ? ഉന്മേഷ്, PV അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളയുകയും നേരത്തെ CPI ഉന്നയിച്ച കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ വിഷയം രാഷ്ട്രീയ വിഷയമാണ്, RSS നേതാക്കളായ ദത്താത്രേയ ഹൊസബലയെയും അതോടൊപ്പം തന്നെ രാം മാധവിനെയും ADGP MR അജിത് കുമാർ കണ്ടത് ആ നിലയിലാണ് കാണേണ്ടത്. അതൊരു ഭരണപരമായ വിഷയം എന്ന നിലയിലല്ല, രാഷ്ട്രീയ വിഷയത്തിൽ നടപടിയെടുക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് തടസ്സമില്ല എന്നായിരുന്നു പ്രകാശ് ബാബു CPI നേതാവ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിന് മുഖ്യമന്ത്രി ഇന്ന് നൽകിയ മറുപടിയാകട്ടെ ഭരണപരമായ കാര്യം എന്ന നിലയിൽ തന്നെ കാണാൻ കഴിയുകയുള്ളൂ. ഏതെങ്കിലും തെറ്റായ കാര്യങ്ങൾ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്തെങ്കിലും നടപടിയെടുക്കാൻ കഴിയൂ. അല്ലാതെ പോലീസിൻ്റെ മനോവീര്യം തകർക്കുന്ന തരത്തിലുള്ള നടപടികളൊന്നും എടുക്കാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ PV അൻവറിൻ്റെ ആരോപണങ്ങളെ ഏതാണ്ട് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതേസമയം നടപടിയെടുത്ത SP സുജിത് ദാസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതൊരു പോലീസ് ഉദ്യോഗസ്ഥന് ചേർന്ന ഫോൺ സംഭാഷണമായിരുന്നില്ല, അതുകൊണ്ടാണ് നടപടിയെടുത്തത്. എന്നാൽ ADGPയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആ നിലയിലല്ല മുഖ്യമന്ത്രി അതിനെ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ കാര്യത്തിലും അത്തരത്തിൽ PV അൻവർ ഉന്നയിച്ച നിലയിലല്ല. PV അൻവർ ഉന്നയിക്കുന്നതോ അല്ലെങ്കിൽ PV അൻവർ നൽകുന്നതോ ആയ പരാതികൾ നോക്കുക, അതിന്മേൽ ആ നിലയിൽ തന്നെ PV അൻവർ ആവശ്യപ്പെടുന്ന നിലയിൽ തന്നെ നടപടിയെടുക്കുക എന്നതല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്യുന്നതും ചെയ്യേണ്ടതും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. നിയമപരമായി മാത്രമേ അത്തരം കാര്യങ്ങളെയൊക്കെ സമീപിക്കാൻ കഴിയുകയുള്ളൂ. PV അൻവർ ഇത് പാർട്ടിയുടെയോ ഗവൺമെൻറ്റിൻ്റെയോ ശ്രദ്ധയിൽപ്പെടുത്താതെ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തുന്നു. ഈ വാർത്താ സമ്മേളനം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ താൻ തന്നെയാണ് തൻ്റെ ഓഫീസിനോട് PV അൻവറിനോട് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന കാര്യം അറിയിക്കാൻ വേണ്ടി പറഞ്ഞത്. പക്ഷേ അടുത്ത ദിവസവും അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുകയാണ് ചെയ്തത്. 3-ാം ദിവസമാണ് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു എന്ന വിവരം PV അൻവർ അറിയിച്ചത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അദ്ദേഹത്തിന് ഇക്കാര്യത്തിലുള്ള അതൃപ്തി പരസ്യമാക്കി തന്നെയാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിലൂടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇനി PV അൻവർ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ തുടർ നടപടി, അദ്ദേഹത്തിൻ്റെ തുടർ പ്രതികരണം എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മുഖ്യമന്ത്രിയും പാർട്ടിയുമൊക്കെ ഇക്കാര്യത്തിൽ തന്നോടൊപ്പം നിൽക്കും, നടപടി ഉണ്ടാകും എന്ന് വിശ്വസിച്ചിരുന്ന PV അൻവറിന് കനത്ത തിരിച്ചടിയാണ് മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. P ശശിയെ
ഒരു കാരണവശാലും കൈവിടില്ല, അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തുകയാണ് എന്ന് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അദ്ദേഹം തെറ്റായ കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ പി ശശിക്കെതിരായ ആരോപണങ്ങളെ അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാചകം. അതായത് അതുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധനയും പി ശശിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്താൻ CPIM-ഓ സർക്കാരോ തയ്യാറല്ല എന്ന സന്ദേശമാണ് മുഖ്യമന്ത്രി ഇതിലൂടെ നൽകിയിരിക്കുന്നത്. PV അൻവറിൻ്റെ ആരോപണ വിധേയരായിട്ടുള്ള രണ്ടുപേരെയും, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും MR അജിത് കുമാറിനെയും സംരക്ഷിക്കുന്ന നിലയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇന്നുണ്ടായിട്ടുള്ളതും. ഏതായാലും PV അൻവർ ഇനി എന്തു പ്രതികരിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്. ഉന്മേഷ്. ദിലീപ് കുമാർ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം 11 മണിക്ക് നടക്കാൻ പോകുന്നു എന്നറിയുമ്പോഴും അതിന് തൊട്ടു മുൻപ് PV അൻവറിന്റെ വാർത്താ സമ്മേളനം ഉണ്ട്. ആരോപണങ്ങൾ ADGP MR അജിത് കുമാറിനെതിരെയാണ്. അനധികൃത സ്വത്ത് സമ്പാദനം അദ്ദേഹം വീണ്ടും ഉയർത്തുന്നുണ്ട്. കവടിയാറിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിയ കാര്യം ഉയർത്തി കാണിക്കുന്നുണ്ട്. അതായത് ഈ വിഷയങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടന്നു കഴിഞ്ഞിട്ടും അദ്ദേഹം നിലപാട് അൻവറിനോട് വ്യക്തമാക്കിയിട്ടുമൊക്കെ താൻ അതിന് വഴങ്ങാൻ പോകുന്നതേ ഇല്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നുവല്ലോ അൻവറിന്റെ വാർത്താ സമ്മേളനങ്ങൾ. അത് ഇന്ന് നടന്നതും കൂടിയും ദിലീപ് കുമാർ. ഉന്മേഷ്, PV അൻവറിൻ്റെ ആരോപണങ്ങൾ, അതിൽ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിജിലൻസിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അന്വേഷണം പക്ഷേ വിശദമായ കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് താൻ വായ്പയെടുത്താണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് വായ്പയെടുത്താണ് ഈ വീട് നിർമ്മാണത്തിലേക്ക് കടന്നത് എന്നതായിരുന്നു. അതോടൊപ്പം തന്നെ അതിന് ഇപ്പോൾ ഈ ഉന്നയിക്കുന്ന തരത്തിലുള്ള വലിയ വിലയായിട്ടില്ല. അന്ന് വസ്തു വാങ്ങിക്കുമ്പോൾ 2006 മറ്റോ ആണ് ഈ വസ്തു വാങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്ന് ഈ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അക്കാര്യം വ്യക്തമാക്കിയിരുന്നതുമാണ്. മാത്രമല്ല അത് സംബന്ധിച്ച രേഖകളും അതിനെ ഏതാണ്ട് സാധൂകരിക്കും വിധമാണ്. പക്ഷേ അദ്ദേഹം ഉന്നയിച്ച മറ്റു ചില കാര്യങ്ങൾ, അത് ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് സംഘവുമായുള്ള അദ്ദേഹത്തിന് ബന്ധം തുടങ്ങിയ ആരോപണങ്ങൾ PV അൻവർ ഉന്നയിച്ചിരുന്നു. അത് യഥാർത്ഥത്തിൽ ഈ അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തെക്കാൾ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് PV അൻവർ ഉന്നയിച്ചിരുന്നത്. പക്ഷേ അതിനെ ഏതു തരത്തിൽ, അത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ നേതാവിനെ കാണുന്നതിൽ താനൊരു അനൗചിത്യം കാണുന്നില്ല. പക്ഷേ അത് ഏത് കാര്യത്തിനാണ് കണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അതിൽ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് അടിസ്ഥാനപരമായ കാര്യം. അത്തരം കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. അക്കാര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, വന്ന ശേഷം നടപടി എടുക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അപ്പോൾ തീരുമാനിക്കാം. ഇപ്പോൾ ഏതായാലും CPI ആവശ്യപ്പെടുന്നത് പോലെ MR അജിത് കുമാറിനെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിൽ നിന്ന് നീക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം തറപ്പിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതോടൊപ്പം തന്നെയാണ് PV അൻവർ ആരോപണം ഉന്നയിച്ച മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ ആരോപണത്തിൻ്റെ കാര്യത്തിലും മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അവിടെ ഒരു ഇരുമ്പ് മറ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയെ പല കാര്യങ്ങളിലും ഈ വിവരങ്ങളൊന്നും അറിയിക്കാതെ, പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങൾ അറിയിക്കാതെ, താഴെത്തട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയിക്കാതെ അവിടെ ഒരു ഇരുമ്പ് മറ പി ശശിയും MR അജിത് കുമാറും കൂടി സൃഷ്ടിച്ചിട്ടുണ്ട്. പി ശശിയിലേക്ക് മാത്രമേ കാര്യങ്ങൾ എത്തുന്നുള്ളൂ, മുഖ്യമന്ത്രിയിലേക്ക് ആ കാര്യങ്ങൾ എത്തുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് നേരത്തെ പി ശശിക്കെതിരായി PV അൻവർ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ആ ആരോപണങ്ങളെ അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഒരു തരത്തിലുമുള്ള അന്വേഷണം പി ശശിയുമായി ബന്ധപ്പെട്ടോ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതിനുള്ള ആലോചനയോ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നില്ല എന്ന് അടിവരയിട്ട് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി PV അൻവറിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതാണ് അറിയാനുള്ളത്. ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ CPI നേതാവ് K പ്രകാശ് ബാബുവിനോട് നിലപാട് ചോദിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. ദിലീപ് കുമാർ, ഇപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞ കാര്യങ്ങൾ, ഈ അൻവറിന്റെ ആദ്യ വാർത്താ സമ്മേളനത്തിന് ശേഷം അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഇങ്ങനെയല്ല ആരോപണം ഉന്നയിക്കേണ്ടത്, തങ്ങൾക്ക് പരാതി നൽകൂ എന്ന് പറഞ്ഞു. പക്ഷേ അൻവർ അത് കേട്ടില്ല. സംസാരിക്കുന്ന കോൾ റെക്കോർഡുകൾ പുറത്തുവിടുന്ന നേതാവായി PV അൻവർ മാറി. അങ്ങനെ പ്രകടമായി തന്നെ മുഖ്യമന്ത്രി ആ അതൃപ്തി കാണിക്കുന്നുണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ അൻവറിനെതിരെ. അതായത് അൻവർ വ്യക്തിപരമായ വിഷയങ്ങളെ മുൻനിർത്തി മാത്രം ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന ബോധ്യത്തിലേക്ക് മുഖ്യമന്ത്രി ഇതിനോടകം മാറിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പരാതികൾ അതുകൊണ്ട് ആ നിലയ്ക്ക് അന്വേഷണം, അതിനെങ്ങനെയാണ് കണ്ടത് ദിലീപ് കുമാർ?
ഉന്മേഷ്, പി വി അൻവറിന്റെ ആരോപണങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിനൊക്കെയും മറുപടി പറയുന്നതിന് മുഖ്യമന്ത്രി തയ്യാറായിരുന്നു. ഏതാണ്ട് 1.25 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിൽ അതിൻ്റെ തുടക്കത്തിൽ മാധ്യമങ്ങൾക്കെതിരായ വിമർശനമായിരുന്നുവെങ്കിൽ പിന്നീട് മാധ്യമപ്രവർത്തകർ ഈ പി വി അൻവറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ, തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ, ഇതിലൊക്കെയും മുഖ്യമന്ത്രിയോട് പ്രതികരണം തേടിയിരുന്നു, അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിനൊക്കെയും മുഖ്യമന്ത്രി മറുപടി നൽകുകയും ചെയ്തു. ആ മറുപടിയിലുടനീളം മുഖ്യമന്ത്രി പി വി അൻവറിൻ്റെ കാര്യത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കൽ മാത്രമായിരുന്നില്ല, പി വി അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന വിധത്തിലുള്ള സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങളെ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞത് അതിൻ്റെ കണക്കുകൾ വെച്ചുകൊണ്ടാണ്. ഈ പിടികൂടുന്ന സ്വർണം മുക്കുക എന്നത് തെറ്റായ കാര്യമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം എന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. പിടികൂടുന്ന സ്വർണത്തോടൊപ്പം അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളുടേതുകൂടി കണക്കുകളാണ് രേഖപ്പെടുത്തുക. അതിൻ്റെ തൂക്കം കൂടി രേഖപ്പെടുത്തിയാണ് ആദ്യം ഇത് ചെയ്യുന്നത്. പിന്നീടാണ് ഈ സ്വർണം മാത്രമായി വേർതിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ അടക്കം തൂക്കം കുറയും. അതിനെ മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാട്ടുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. അതോടൊപ്പം ഉയർന്നു വന്നിട്ടുള്ള മറ്റ് കാര്യങ്ങളിൽ, രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൊക്കെ അത് അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. തൃശൂർ പൂരം കലക്കൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ അന്വേഷണം നടന്നുവരികയാണ്. ഈ അന്വേഷണത്തിൻ്റെ പുരോഗതി എന്തായി എന്ന കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അന്വേഷിക്കാറുണ്ട്. ഈ അടുത്ത ചൊവ്വാഴ്ചയ്ക്കകം ഈ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ശരി, ബി ദിലീപ് കുമാറും സലീം മാലിക്കുമാണ് വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പി വി അൻവറിനെയും CPI യും പൂർണ്ണമായി തള്ളിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുകയാണ്.